ആനന്ദമാനന്ദമേ ക്രിസ്ത്യ ജീവിതമാനന്ദമേ. ആനന്ദമാനന്ദമേ ഇത് സൗഭാഗ്യ ജീവിതമേ, ഇത് സൗഭാഗ്യ ജീവിതമേ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്നേഹിതരെ ലഭിക്കുക എന്നത് വളരെ സന്തോഷമാണ്. ചിലർ സ്നേഹിതരെ തേടി പോകും, ചിലരുടെ അടുക്കിലേക്ക് സ്നേഹിതർ കടന്നു വരും. സ്നേഹിതരുടെ കൂട്ടത്തിൽ കൂടെ നടന്ന് സന്തോഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവർ ഉണ്ട്. അതേസമയം സഹായിപ്പാൻ വന്ന് മദ്യത്തിലും മയക്കുമരുന്നിലും അടിമകളാക്കി പൂർണ്ണമായി നശിപ്പിച്ചിട്ട് പോകുന്ന സ്നേഹിതരും ഉണ്ട്. അപ്പനിൽ നിന്ന് തനിക്കുള്ളതെല്ലാം വാങ്ങിപ്പോയ ഇളയപുത്രനോടുകൂടെ കൂടിയവരെല്ലാം അവനെ പൂർണ്ണമായി നശിപ്പിച്ചിട്ട് പോയ സ്നേഹിതരായിരുന്നു. തിരുവചനത്തിൽ നമ്മോട് കൂടെ എപ്പോഴും നടന്ന് നമ്മെ നിയന്ത്രിച്ച് കാവൽ ചെയ്ത് പരിപാലിക്കുന്ന അദൃശ്യനായ ഒരു സ്നേഹിതനെക്കുറിച്ച് പറയുന്നുണ്ട്. മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും വിടുതൽ ലഭിച്ച ഇസ്രായേൽ ജനം കനാൻ നാട് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ അവരോട് കൂടെ രാത്രിയിലും പകലിലും യാത്ര ചെയ്ത് അവരെ കാവൽ ചെയ്ത അദൃശ്യ സ്നേഹിതനായിരുന്നു അവൻ. കനാനിലേക്ക് യാത്ര ചെയ്ത തൻ്റെ ജനത്തെ വഴി കാണിക്കേണ്ടതിന് ഈ സ്നേഹിതൻ പകൽ മേഘസ്തംഭത്തിലും രാത്രി അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് അഗ്നിസ്തംഭത്തിലും അവർക്ക് മുൻപായി യാത്ര ചെയ്തു. പുറപ്പാട് 13:21. ഫറവോൻ തൻ്റെ രഥങ്ങളും കുതിരകളുമായി അവരെ പിന്തുടർന്നപ്പോൾ അവർക്ക് മുൻപായി നടന്ന ഈ സ്നേഹിതൻ അവരുടെ പിന്നിൽ പോയി നിന്നു. മിസ്രൈമ്യ സൈന്യം അവരോട് അടുക്കാതെ വണ്ണം ഈ സ്നേഹിതൻ മിസ്രൈമ്യ സൈന്യത്തിനും ഇസ്രായേൽ ജനത്തിനും മധ്യേ നിന്നു. ഈ സ്നേഹിതൻ ഇസ്രായേൽ ജനത്തിന് രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. എന്നാൽ മിസ്രൈമ്യ സൈന്യം അന്ധകാരത്തിൽ ആയിരുന്നു. പുറപ്പാട് 14:19-20 വാക്യങ്ങൾ. ഫറവോന്റെ സൈന്യം ഇസ്രായേൽ ജനത്തെ തൊടാതെ വണ്ണം സൂക്ഷിച്ച നല്ല സ്നേഹിതൻ. ഈ നല്ല സ്നേഹിതന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നൽകിയിരിക്കുന്ന പേര് സത്യത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്നാണ്. യോഹന്നാൻ 16:13 വായിക്കുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് അറിയിച്ചു തരികയും ചെയ്യും. ആ സ്നേഹിതൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുന്ന നല്ല സ്നേഹിതന. യോഹന്നാൻ 16:8 വാക്യം. സത്യത്തിൻ്റെ ആത്മാവെന്ന ഈ അദൃശ്യ സ്നേഹിതനാൽ നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. സത്യത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ ആത്മസ്വഭാവം ഉള്ളവരായിരിക്കും. ആത്മസ്വഭാവം ഉള്ളവർ മാത്രമേ ആത്മാവിലുള്ളത് ചിന്തിക്കൂ. ഈ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാത്തവർ എല്ലാം ജഡസ്വഭാവം ഉള്ളവരായിരിക്കും. അവർ ജഡത്തിലുള്ളത് മാത്രമേ ചിന്തിക്കൂ. റോമർ 8:6 പറയുന്നത്, ജഡത്തിൻ്റെ ചിന്ത മരണവും ദൈവത്തോട് ശത്രുത്വവും ആകുമ്പോൾ ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും ആയിരിക്കും. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരിൽ സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഗലാത്യർ 5:22-23 വാക്യങ്ങൾ. എന്നാൽ ജഡസ്വഭാവം ഉള്ളവരിൽ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, വെറിക്കൂത്ത്, മദ്യപാനം എന്നിവയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഗലാത്യർ 5:19-21 വരെ. എല്ലാവരും ആത്മസ്വഭാവമുള്ളവരായി തീരണമെന്ന് ഈ നല്ല സ്നേഹിതനായി കർത്താവ് ആഗ്രഹിക്കുന്നു. നല്ല സ്നേഹിതൻ നമ്മിൽ വസിക്കുമ്പോൾ മാത്രമേ ആത്മസ്വഭാവമുള്ളവരായി തീരൂ. റോമർ 8:9 പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവന് ഉള്ളവനല്ല. റോമർ 8:14 പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവാത്മാവ് നടത്താത്തവൻ ദൈവത്തിന് ഉള്ളവനല്ല. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂട്ടായ്മ ജീവിതം ആണ്. ആദിമസഭയെക്കുറിച്ച് പറയുന്നത്, അവർ ഒരുമിച്ച് കൂടി വന്നു, ഭാരങ്ങൾ പങ്കിട്ടു, പരസ്പരം കരുതലുള്ളവരായിരുന്നു. പ്രവൃത്തി 2:42. ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് അഭിമാനിക്കുന്ന നാമോ
കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുത്തി ഓടുന്നവരല്ലേ? മറ്റുള്ളവരെക്കുറിച്ച് നമുക്ക് കരുതലുണ്ടോ? എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടും പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ മകനാ എന്ന്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ആകും? ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരിൽ നിന്നും മാത്രമേ ആത്മാവിൻ്റെ ഫലം പുറപ്പെടൂ. ആത്മാവിൻ്റെ ഫലം നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാം ദൈവമക്കൾ ആകൂ. ദൈവമക്കളെ തിരിച്ചറിയുന്നത് അവരുടെ ഫലത്തിൽ കൂടിയാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. മത്തായി 7:20. കർത്താവ് പറയുന്നത്, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും ഉണ്ടാവില്ല. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിനാകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. When we live in the Holy Spirit, we bear the fruit of the Holy Spirit. നല്ല സ്നേഹിതനായ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരിൽ നിന്ന് മാത്രമേ നല്ല ഫലം പുറപ്പെടുകയുള്ളൂ. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മളുടെ സ്നേഹിതനാരാണ്? സത്യത്തിൻ്റെ ആത്മാവാണോ നമ്മളുടെ സ്നേഹിതൻ എന്ന് ശാന്തമായി ചിന്തിക്കാം. കർത്താവേ, അദൃശ്യ സ്നേഹിതനായ സത്യത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിപ്പാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. ജലിക സുഖങ്ങൾ വിട്ടോടി ജയിക്കും ശത്രുസേനകളെ. ജലിക സുഖങ്ങൾ വിട്ടോടി ജയിക്കും ശത്രുസേനകളെ. ജയവീരനേശുവൻ അധിപതിയല്ലോ, ഭയമെന്നിയെ വസിച്ചിടും ഞാൻ. ജയവീരനേശുവൻ അധിപതിയല്ലോ, ഭയമെന്നിയെ വസിച്ചിടും ഞാൻ. ആനന്ദമാനന്ദമേ ക്രിസ്ത്യ ജീവിതമാനന്ദമേ. ആനന്ദമാനന്ദമേ ഇത് സൗഭാഗ്യ ജീവിതമേ. ഇത് സൗഭാഗ്യ ജീവിതമേ.